ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ തളയ്ക്കുന്ന പിരിയാവിയാ നിങ്ങളെ ഇന്ന് ഇവിടെ കെട്ടിയടിയും കളിക്കല്ലേ വിടില്ല വിടില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. അല്ല, രാജു ബൈക്കിലല്ലേ വന്നേ? ബൈക്ക് വർക്ക്ഷോപ്പിലാ മാഡം. ഓ, അതാണല്ലേ രാജു ഇത്രയും താമസിച്ചേ. ഞാൻ ഓർത്തു രാജു എന്താ ഇത്രയും താമസിക്കുന്നെന്ന്. ഇവനും ഇവളും തമ്മിലുള്ള അടുപ്പം ഇവരറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ നടക്കും. രാജു അല്ലേ? അതെ. നീ പ്രതാപന്റെ പി എ അല്ലേ? അതെ. ഞാനേ നിന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. നീ എന്റെ കൊച്ചുമോളുടെ പി എ ഒന്നല്ലല്ലോ, ആണോ? അല്ല. രാജു നമ്മുടെ വീട്ടിലൊരു മെമ്പർ തന്നെയാ അമ്മേ. അത് മാത്രമല്ല, രാജുവിന്റെ അച്ഛനമ്മ അറിയും. ഡ്രൈവർ വേണു, പാറക്കൽ വേണുഗോപാൽ. ഓ, നീ വേണുവിന്റെ മകനായിരുന്നോ? അതെ. എന്ന് അത് നേരത്തെ പറയണ്ടേ? വേണു ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാ, ഞങ്ങളുടെ സ്വന്തം ആള്. ആ പ്രതീക്ഷയും പോയി. വേണു ഞങ്ങളുടെ ഡ്രൈവർ മാത്രമായിരുന്നില്ല, ഇപ്പൊ ഇവിടെ നിന്നെ പോലെ ഞങ്ങളുടെ കുടുംബമായിരുന്നു. എന്തായാലും വേണുവിന് എനിക്കൊന്ന് കാണണം. അല്ല, പ്രതാപൻ ഇറങ്ങുകയാണോ? ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടമ്മേ. അല്ല, നീ എന്താ ഇന്ന് ഓട്ടോറിക്ഷ വന്ന്? ബൈക്ക് എവിടെ? ബൈക്ക് അന്നത്തെ ആക്സിഡന്റിന് ശേഷം എഞ്ചിൻ കംപ്ലൈന്റ് ആയി. അതിപ്പോ വർക്ക്ഷോപ്പിലാ. ശരാ ഏട്ടാ, ഗാരേജിൽ നമ്മുടെ വേറൊരു ബൈക്ക് ഇരിപ്പില്ലേ? ഉണ്ട് ഏട്ടാ. അത് കുറെ നാളെ വെറുതെ ഇരിക്കുക. അതിന്റെ കീ എടുത്തിട്ടോ. ശരി ഏട്ടാ. സർ. പ്രതാപ, ആ ബൈക്ക് ദീപക് യൂസ് ചെയ്യുന്നുണ്ട്. അവന് വേറെ ബൈക്കും കാറും ഇല്ലേ? ഉണ്ട്. എന്നാ ഈ ബൈക്ക് രാജുവിനിരിക്കട്ടെ. അയ്യോ, എനിക്ക് വേണ്ട സർ. ഞാൻ എന്റെ ബൈക്ക് ശരിയാക്കി എടുത്തോളാം. തൽക്കാലം ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. അല്ല, അത് രാജുവിന് കൊടുത്തേക്ക് ചേരാ. രാജു, എന്താ രാജു ഇത്? ഏട്ടൻ തരുന്നതല്ലേ? വാങ്ങ്. രാജു, സർ. പ്രതാപ, എന്താ എന്റെ കാറ് തിരികെ പോയി. എനിക്കൊരു കാറ് വിട്ടുതരണം. ചെറിയൊരു യാത്രയുണ്ട്. ശരി, അമ്മയ്ക്ക് ഞാൻ ഏറ്റുവിട്ട് ചേട്ടൻ പൊക്കും.
വാ. ശരി ശരി. ഇവരെങ്ങോട്ടാ ഇപ്പൊ ഒരു യാത്ര? ഈ അമ്മ ഇത് എവിടെയാ വെച്ചിരിക്കുന്നേ? അടുക്കളയിൽ ഓരോരോ സാധനങ്ങൾ മാറ്റി മാറ്റി വെക്കും. എന്നാ അത് എവിടെയാ വെച്ചിരിക്കുന്നൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? എന്താണ് രാവിലെ കിച്ചണിന്ന് ഒറ്റയ്ക്ക് നിന്നൊരു ബഹളം? അമ്മ രാവിലെ തന്നെ ടൗണിൽ പോയി. എന്തോ ആവശ്യമുണ്ടെന്ന് കാപ്പി ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞു. ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? ജേട്ടന്റെ അമ്മയ്ക്ക് നോൺ വെജ് അല്ലാതെ ഒന്നും ഇറങ്ങില്ലല്ലോ. കാപ്പിക്ക് പുട്ടും മുട്ടക്കറിയും. അതിന് മുട്ടക്കറി നോൺ വെജ് അല്ലല്ലോടി മോളെ. ഈ അമ്മ ഇത് എവിടെ കൊണ്ടുപോയി വെച്ചു? എന്തോന്ന്? പുട്ടുപൊടി. അതല്ലേ ഞാൻ ഇവിടെ കിടന്നേ തപ്പുന്നേ. നീ സമാധാനത്തോടെ നോക്ക് പ്രിയേ. ഈ പുട്ടുപൊടിയൊക്കെ ആരെടുത്തോണ്ട് പോവാനാ? 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. 2 കിലോ. ഇന്നലെ വാങ്ങി വെച്ചതാ. വേറെ ഒത്തിരി ആയല്ലോടി. കാപ്പിയായോ? പുട്ടുപൊടി കാണുന്നില്ല അച്ഛാ. പുട്ടുപൊടി എവിടെ പോവാനാ? നീ അവിടെ എവിടെയെങ്കിലും നോക്ക്. വിക്ടോറിയ രാജ്ഞി അവിടെ എന്തോന്നായി ചെയ്യുന്നേ? മുറ്റത്ത് പടം വരയ്ക്കുന്നു. എന്തോന്നാ നീളി കാണിക്കണേ? ഞാൻ കോലം വരയ്ക്കുവാച്ചാ. തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നപ്പോ ഉള്ള ശീലോ. ദൈവമേ. എടി പ്രിയ, ഒന്നുകൂട്ടി വന്നേ. എന്താ അച്ഛാ? നീ രാവിലെ കാപ്പിക്ക് എന്താന്നാ പറഞ്ഞേ? പുട്ടും മുട്ടക്കറി. കിടക്കണോ പുട്ടും മുട്ടക്കറിയും. 2 കിലോ പുട്ടുപൊടി എടുത്താ ഇവര് പടം വരച്ചത്. ഈ തളയ്ക്കുന്ന പിരിയാളിയാ. നിങ്ങളെ ഇന്ന് ഇവിടെ കെട്ടിയടിക്കും.